1-2 മാസങ്ങൾക്ക് മുന്നമേ തിരുവനന്തപുരത്തെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ദേവാലയത്തിലെ ഒരു ആൻറ്റി വിദഗ്ധമായ ചികിത്സകൾക്കായി അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ആൻറ്റിയെ കാണുവാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. സ്ത്രീകൾ കിടക്കുന്ന വാർഡിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞ്, 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് എൻ്റെ മുൻപിൽ വട്ടം ചാടി ഒരു കള്ള ചിരി ചിരിച്ചു. അതിനുശേഷം ഈ കുഞ്ഞ് ഓടി മറഞ്ഞു. ഞാൻ മുൻപോട്ട് പോയി ഞങ്ങളുടെ ആൻറ്റിയെ കണ്ടു, സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരികെ വരുന്ന സമയത്ത് ഈ കൊച്ചുമകൾ വീണ്ടും മുൻപിലേക്ക് ചാടി എന്നോട് പറഞ്ഞു, അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നോട് ചേർന്ന് നിന്ന് ഈ കുഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടത്, അച്ഛാ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയിൽ തലോടിയിട്ട് ചോദിച്ചു, മോളെ, മോളുടെ അമ്മ എവിടെയാണ് കിടക്കുന്നത്? ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് ആ വാർഡിൻ്റെ ഒരു മൂലയിൽ ബെഡിൽ കിടക്കുവാൻ നിവൃത്തിയില്ലാതെ തറയിൽ കിടക്കുന്ന, പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഒരു കിടക്കയിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കലേക്ക്, ഒരു യൗവനക്കാരുടെ അടുക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ചെന്നു. അതിനുശേഷം പറഞ്ഞു, അച്ഛാ, ഇതാണ് എൻ്റെ അമ്മ, ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ഈ സ്ത്രീയുടെ അടുക്കലിരുന്ന് ചോദിച്ചു, എന്താണ് സംഭവം? എന്തു പറ്റി? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തറയിൽ ചികിത്സയുമായി കിടക്കുന്നത്? ഈ സ്ത്രീ, ഈ യുവതി കണ്ണുനീരോടെ പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ, എനിക്ക് കുടുംബത്തിൽ എൻ്റെ ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. മൂത്ത മകൾ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നു, ഇളയ മകൾ അവിടെ കളിച്ച് ഇവിടെ ഓടിയൊക്കെ നടക്കുന്നു. ഇളയ മകളാണ് എന്നെ കൂട്ടിക്കൊണ്ടു ചെന്നത്. ഈ അമ്മയായ യുവതി പറഞ്ഞത് ഇങ്ങനെയാണ്, 2ാമത്തെ മകൾ ജനിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിന് എന്നെ സംശയമായി. ഓരോ ദിവസവും വൈകുന്നേരം മദ്യപിച്ച് വീട്ടിൽ വന്ന് എന്നെ ശാരീരികമായി ഉപദ്രവിക്കും. ഉപദ്രവം സഹിക്കാൻ വയ്യാതെ പലതവണ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്, എൻ്റെ അമ്മയുടെ അടുക്കലേക്ക്, സ്വഭവനത്തിലേക്ക് പോയി. പള്ളിക്കാരും പട്ടക്കാരും പഞ്ചായത്തുകാരും ഒക്കെ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞ് പരിഹരിച്ച് ഭർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാക്കും. 2-3 ആഴ്ച സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. വീണ്ടും ഈ മനുഷ്യൻ ഉപദ്രവിക്കുവാൻ തുടങ്ങും. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്ന് കയ്യിൽ കിട്ടിയ കമ്പിപ്പാര കൊണ്ട് എൻ്റെ തല അടിച്ചു പൊട്ടിച്ചു. എൻ്റെ നടുവിനെയും അടിച്ചു തളർത്തി. ഞാൻ അങ്ങനെ ചികിത്സയ്ക്കായി ഈ ആശുപത്രിയിൽ കിടക്കുകയാണ്. കൂടുമ്പോൾ ഇൻപമുള്ളതാണ് കുടുംബം എന്നാണല്ലോ നമ്മളൊക്കെ പറയുക. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഇടങ്ങളായി മാറിയിടുന്ന കുടുംബങ്ങൾ ഇന്ന് പലയിടത്തും ദുഃഖത്തിൻ്റെയും സമാധാനമില്ലായ്മയുടെയും ദുരിതത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ ഇടങ്ങളായി മാറുന്നു എന്ന് മനസ്സിലാക്കുക.